തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന് 15 ആനകളെ എഴുന്നള്ളിക്കുന്നു. ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്ന ആനകളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ളതിൽ വാദം തുടരുന്നതിനിടെയാണ് ആനകളെ ക്ഷേത്രത്തിനുള്ളിൽ എഴുന്നള്ളിച്ചത്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിച്ചാണ് പങ്കെടുപ്പിച്ചത്. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹർജി ബുധനാഴ്ചത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. എഴുന്നള്ളിപ്പിൽ സുപ്രീം കോടതി മാനദണ്ഡങ്ങൾക്ക് ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വവും ഫെയർവെൽ സെലിബ്രേഷൻ കമ്മിറ്റിയും നൽകിയ ഉപഹർജി കോടതി പരിഗണിക്കുന്നതിനിടെയാണ് 15 ആനകളുമായി തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളിപ്പ് നടത്തിയത്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കാൻ മുന്നിൽ 8 ആനകളെയും പിന്നിൽ 7 ആനകളെയുമാണ് അണിനിരത്തിയത്. ആനകളുടെ അകലം പരിശോധിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. കോടതി നടപടി അംഗീകരിക്കുന്നതായും ചട്ടം പാലിച്ചാണ് ആനകളെ എഴുന്നള്ളിച്ചതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ അകത്ത് 15 ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് ഇന്ന് വന്ന ഫോറസ്റ്റുകാർ അളന്ന് തിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ആനകൾ 3 മീറ്റർ അകലം പാലിക്കണം. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം. ആനകളും ആളുകളും തമ്മിൽ 8 മീറ്റർ അകലം പാലിക്കണം. അത് തൃപ്പൂണിത്തുറക്കാർക്ക് നല്ല ധാരണയാണ്. അവർ കൃത്യമായിട്ട് അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് പണ്ട് നമ്മൾ എഴുന്നള്ളിക്കുന്നത്. ഇപ്പോൾ ഒരു കർശന നിർദ്ദേശം വന്നപ്പോൾ ഒന്നുകൂടെ നമ്മൾ ജാഗ്രതയെ ചെയ്തു എന്നേ ഉള്ളൂ. കോടതിയുടെ ഒരു അലക്ഷ്യവും നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറെ പ്രത്യേകതയൊന്നും നമുക്ക് പറയാനില്ല. ഞങ്ങളുടെ പരിധിയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കോടതി വിധി പാലിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അല്ല, ഇതുവരെയുള്ള നിർദ്ദേശങ്ങളുണ്ടല്ലോ, ആ ഗൈഡ് ലൈൻസ് എല്ലാം നാട്ടാന പരിപാലന ചട്ടം എന്തൊക്കെ അനുശാസിക്കുന്നു അത് മാക്സിമം നമ്മൾ അംഗീകരിച്ചുകൊണ്ടുള്ള യൂണിറ്റുകൾ നടക്കുന്നത്. ഹൈക്കോടതിയുടെ നിയമപ്രകാരം തന്നെ എവിടെയെല്ലാം നടത്തുന്നത്. അത് നമ്മളെല്ലാവരും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് എങ്ങനെയാണെങ്കിലും നിയമം ലംഘിച്ചുള്ള ഒരു പരിപാടി ഇവിടെ നടക്കില്ല. അത് എല്ലാവരും തീരുമാനം തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ 15 ആനകളെ എഴുന്നള്ളിക്കണമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി വാദത്തിനിടെ ഉന്നയിച്ചിരുന്നു. ആനകളുടെ എണ്ണം കുറയ്ക്കുന്നതടക്കമുള്ള മാർഗങ്ങളെക്കുറിച്ചും ആരാഞ്ഞിരുന്നു. ഇതിനിടെയാണ് ക്ഷേത്രത്തിൽ കോടതി നിരീക്ഷിച്ചതും വനംവകുപ്പ് നിർദ്ദേശിച്ചതുമായ അകലം പാലിച്ച് ആനകളെ ഉപയോഗിച്ച് എഴുന്നള്ളിപ്പ് നടത്തിയത്. ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹർജി ബുധനാഴ്ച പരിഗണിക്കും. ന്യൂസ് മലയാളം, കൊച്ചി.